ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മാഗി വെച്ചിട്ടൊരു ചെറിയൊരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാണാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കുക. തണുത്ത തന്നെ വേണമെന്നില്ല, നമ്മുടെ തിളപ്പിച്ച വെള്ളമായാലും മതി. അതിന് ശേഷം അതിലേക്ക് മാഗി ഇട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ഇത് സോക്ക് ചെയ്യണ നേരം കൊണ്ട് നമുക്കൊരു മസാല പോലെ റെഡിയാക്കി എടുക്കാം. അപ്പം മസാല പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വയ്ക്കാം. അത് നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മീഡിയം ഒക്കെ ഇട്ടാൽ മതി, മീഡിയം ഫ്ലെയിം മതി. അല്ല നമുക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ ആണെങ്കിൽ 120-300 ഇട്ടാൽ മതി. അപ്പം പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വേണ്ട ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാ സവാള. എല്ലാം നമുക്ക് നീട്ടത്തിലരിഞ്ഞാണ് വേണ്ടത്. സവാള എനിക്ക് നീട്ടത്തിലരിയാൻ പറ്റിയില്ല. അപ്പം അതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ബീൻസാണ്. ബീൻസും നമ്മൾ നീട്ടത്തിലരിഞ്ഞ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം. നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഈ ബീൻസും വേവുന്ന വരെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ബീൻസ് വേവുന്ന വരെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് അടുക്കി പിടിക്കാതെ നല്ലോണം ഇളക്കി കരിയുകയും ചെയ്യരുത് കേട്ടോ. ഇത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇത് കഴിയുമ്പോൾ നമുക്ക് കുറേ മസാലയൊക്കെ ഇടാനുള്ളതാണ്. അപ്പോഴേക്കും അതവിടെ നിന്ന് സോക്കാവും. അപ്പം നമുക്ക് ഇത് ശരിക്കൊന്ന് വഴറ്റി ആ ബീൻസൊക്കെ വേവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെയൊക്കെ നോക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഇതുപോലെ ഇരിക്കും, ഈ ഒരു ഗോൾഡൻ കളറിൽ. അതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇടാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ എരിവ് ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടുതലിടാം. എനിക്കിപ്പോൾ അത്രയും ഇട്ടാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മാഗി മസാല കേട്ടോ. നമ്മൾ മാഗി മസാല ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും മാഗി മസാലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ശേഷം അതൊന്ന് ശരിക്കും ഇളക്കി യോജിപ്പിക്കുക. അത് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴേക്കും അതിന് പച്ചമണമല്ല എന്നാലും അന്ന് മാറിക്കിട്ടും, ഒരു മണം വരും. അതിന് ശേഷം നമുക്ക് കൈ ഒന്ന് കഴുകിയതിന് ശേഷം ആ മാഗി അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.